ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ബീൻസും ചെറുപയറും മുളപ്പിച്ചതുമായിട്ടുള്ള ഒരു തോരനാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള തോരനാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ ബീൻസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചു. അതേപോലെ ചെറുപയർ മുളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ബീൻസ് ഇതേപോലെ ചെറുതായിട്ടാണ് മുറിച്ച് വെച്ചേക്കുന്നത്. ചെറുപയറാണെങ്കിൽ ഇന്നലെ വെള്ളത്തിലിട്ട് വൈകുന്നേരം ഊറ്റി വെച്ച് രാവിലെ ആകുമ്പോഴേക്കും നല്ലോണം മുളച്ച് വിടാം. നല്ല ചൂടുണ്ട്, അത് കാരണം പെട്ടെന്ന് മുളച്ച് കിട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തോരൻ തയ്യാറാക്കാം. ഞാൻ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഒരു വറ്റൽമുളക് പൊട്ടിച്ചിട്ടു. പിന്നെ നമ്മൾ 1 സ്പൂൺ കടുക് ഇട്ടു. കടുക് പൊട്ടിയപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ ബീൻസ് ചേർത്ത് കൊടുത്തു. ബീൻസിൻ്റെ കൂടെ തന്നെ ഞാൻ ചെറുപയർ മുളപ്പിച്ച് വെച്ചതും കൂടെ ചേർത്ത് കൊടുത്തു. ഒരു ചെറിയ സ്പൂണിൽ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കി. ഇനി നമുക്ക് അടച്ച് വെച്ച് തീയ് നല്ല സിമ്മിൽ വെച്ചിട്ട് ഒരു 6-7 മിനിറ്റ് മതി. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ അത് പകുതി വെന്തിട്ടുണ്ട് കേട്ടോ. ഒന്നും കൂടി 2-3 മിനിറ്റും കൂടി വേണം, മുഴുവനായിട്ട് വെന്തിട്ടില്ല. അപ്പോൾ ബീൻസ് വേവാൻ വേണ്ടി 2-3 മിനിറ്റ് കൂടി വേണ്ടി വരും. അപ്പോൾ ഒന്നുകൂടി നല്ലോണം ഇളക്കിയിട്ട് ഒരു 2-3 മിനിറ്റ് കൂടി അടച്ചു വയ്ക്കാം. അതിനിടയ്ക്ക് ഞാനിവിടെ നാളികേരം ചിരകി വെച്ചിരുന്നു. ഒരു കാലിനേക്കാളും കുറച്ചും കൂടി ഫുൾ അരമുറി ഇല്ല, കുറച്ചൊരു കപ്പ് ഉണ്ടാവും, അത്രയും ഞാൻ നാളികേരം ചിരകിയതും. പിന്നെ 4 ചെറിയുള്ളിയും ഒരു 3 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിലയും. അപ്പോൾ ആദ്യം നമുക്ക് ഈ പച്ചമുളകും ചെറിയുള്ളിയും കൂടി ആദ്യം ഒന്ന് ചതച്ചെടുക്കാം. അതിന് ശേഷം നാളികേരമിട്ട് ഒന്ന് കറക്കിയാൽ മതി. അപ്പോൾ ചതഞ്ഞ പോലെ കിട്ടും. അപ്പോൾ ഞാൻ നാളികേരവും ഇത് മാറ്റി വെച്ചിട്ട് ആദ്യം പച്ചമുളകും ചെറിയുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ പച്ചമുളകും ചെറിയുള്ളിയും കൂടി ചതച്ചെടുത്തു. അതിന് ശേഷം നാളികേരം ചിരകിയത് മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഒന്ന് തിരിച്ചിട്ട് അതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇതാ പാകത്തിന് ചതച്ചെടുത്തു. തീരെ അധികം അരയരുത് കേട്ടോ. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ ബീൻസും ചെറുപയറും മുളപ്പിച്ചതും നല്ല പാകമായി വന്നിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കേണ്ട കാര്യമില്ല, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച നാളികേരവും പച്ചമുളകും ചെറിയുള്ളിയും കൂടി മിക്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പ് ടേസ്റ്റ് നോക്കിയപ്പോൾ എല്ലാം പാകമാണ്. അപ്പോൾ നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. ഒന്ന് ആവി കയറ്റി കഴിഞ്ഞാൽ നമ്മുടെ തോരൻ തയ്യാറായി. കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുത്തു. അടച്ച് വെച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഒരു 3 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ തോരൻ കറക്റ്റായിട്ട് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല ടേസ്റ്റുള്ള നമ്മുടെ തോരൻ തയ്യാറായി. ഒന്ന് നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വാങ്ങി സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനത് പാത്രത്തിലേക്ക് ആക്കുകയാണ് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി അഭിപ്രായം പറയണം. ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായങ്ങൾ എന്തായാലും എഴുതുക. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക്